ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കപ്പ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു വട ഇഷ്ടപ്പെടാൻ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് കപ്പ പുഴുങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, പിന്നെ 2 പച്ചമുളക്, പിന്നെ അതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ 2ഓ 3ഓ എടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ വടക്കൊരു ക്രിസ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കപ്പ പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് പുഴുങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഇടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ല ഈ സമയത്താണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഇത്തിരി വെള്ളവും കൂടെ കൂട്ടി ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ കിട്ടണം. അപ്പോൾ വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ഉരുളകളാക്കി നമ്മൾ വിരൽ കൊണ്ട് ഇതേപോലെ നമ്മൾ ഇന്ന് വടക്കൊക്കെ ഹോൾസ് ഇടൂലേ, അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇതിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഇന്ന് വട ചെയ്യുന്ന ആ സെയിം മെത്തേഡ് തന്നെ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇതാ 3 എണ്ണം വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിലോട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതേപോലെ നമ്മൾ വടയുടെ ഷേപ്പാക്കി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ കൈവെള്ളയിൽ വെള്ളം നനച്ചതിന് ശേഷം വേണം കേട്ടോ ഇത് ഉരുട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ചുവന്ന് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഇതേപോലെ ഒരേ കളറാകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പം പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഈ ഒരു വട 2 ഭാഗവും ഗോൾഡൻ കളറാകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ വന്നിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കപ്പക്കാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കൂട്ടിക്കെടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ല നല്ല സോഫ്റ്റും അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്